പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കെം ടോക്കിലെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ 14ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയിലെ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിലെ ആദ്യ പാർട്ടാണ്. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ നേരിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. First question. In the reaction, Pb plus PbO2 plus 2H2SO4 gives 2PbSO4 plus 2H2O. Identify the following. The substance oxidized. Oxidize ചെയ്ത സബ്സ്റ്റൻസിനെ കണ്ടെത്തണം. സബ്സ്റ്റൻസ് റെഡ്യൂസ് ചെയ്ത സബ്സ്റ്റൻസിനെ കണ്ടെത്തണം. ഓക്സിഡൈസിങ് ഏജൻറ്റിനെ കണ്ടെത്തണം. റെഡ്യൂസിങ് ഏജൻറ്റിനെ കണ്ടെത്തണം. ഓക്കെ. വാട്ട് ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? ഇതാണ് ജൂലൈ 2019, അതായത് ലാസ്റ്റ് ഇയറിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യനാണത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നോക്കുക, ഓക്സിഡൈസ് ചെയ്തതും റെഡ്യൂസ് ചെയ്തതും ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റിനെ നമുക്ക് കണ്ടെത്താൻ ആ സ്ക്രീനിലെ വലിയ ഒരു ആ സ്ക്രീനിലെ മധ്യഭാഗത്തായി ഇക്വേഷനെ വലുതാക്കി കൊടുത്തിട്ടുണ്ട്. PB സോളിഡ് പ്ലസ് PbO2 സോളിഡ് പ്ലസ് 2H2SO4 aqueous gives 2PbSO4 പ്ലസ് 2H2O. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ഓരോരുത്തരുടെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തണം. PBയുടെ ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം, അത് ന്യൂട്രൽ സ്റ്റേജിലായതുകൊണ്ട് 0 സ്റ്റേറ്റ് ആണ്. PbO2ൽ PBയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. സംശയമില്ലല്ലോ. ഓക്സിജന് -2 ആയതുകൊണ്ട് 2 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ -4. അങ്ങനെ വന്നാൽ PBക്ക് +4. റെഡി? ഇനി ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് നോക്കുക. PbSO4ൽ SO4 എന്ന് പറഞ്ഞ സ്പീഷീസിൻ്റെ റാഡിക്കലിൻ്റെ ചാർജ് 2- ആണ്. അങ്ങനെയാണെങ്കിൽ PBയുടെ ചാർജ് 2+ ആണ്. റെഡി? അപ്പോൾ PB 0യിൽ നിന്ന് 2+ലേക്ക് പോയിട്ടുണ്ട്. PB 4+ൽ നിന്ന് PB 2+ലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ ഏതാണെന്ന് മനസ്സിലായില്ലേ? PB 0യിൽ നിന്ന് PB 2+ലേക്ക് പോകുന്നത് ഓക്സിഡേഷൻ. PB 4+ൽ നിന്ന് PB 2+ലേക്ക് പോകുന്ന റിയാക്ഷൻ റിഡക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഏതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്? റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണ്? ഓക്സിഡേഷൻ ആർക്കാണോ നടക്കുന്നത് അയാളാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ PB ഈസ് റെഡ്യൂസിങ് ഏജൻറ്റ്. വിച്ച് ഈസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്? റിഡക്ഷൻ ആർക്കാണോ സംഭവിക്കുന്നത് അയാളെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുക. അതുകൊണ്ട് PbO2 ഈസ് വാട്ട്? ഓക്സിഡൈസിങ് ഏജൻറ്റ്. PbO2ലെ PB ആണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? ഒരേ റിഡോക്സ് റിയാക്ഷനിൽ ഒരു റിഡോക്സ് റിയാക്ഷനിൽ ഒരു സ്പീഷീസിന് തന്നെ റിഡക്ഷനും ഓക്സിഡേഷനും നടക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറയാം. ഒരു റിയാക്ഷൻ നടക്കുന്നു, ആ റിയാക്ഷനിലെ റിയാക്റ്റൻറ്റിൽ ഒരാൾക്ക് റിഡക്ഷനും നടക്കുന്നുണ്ട് ഓക്സിഡേഷനും നടക്കുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുക? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയാം. എക്സാമ്പിളാണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ. വേണമെങ്കിൽ ഇക്വേഷൻ എഴുതിക്കോളൂ, ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടില്ല. ഇക്വേഷൻ വേണമെങ്കിൽ എഴുതാം. H2O2 ഗിവ്സ് H2O + O2. ഇതാണ് റിയാക്ഷൻ. ഇത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷന് എക്സാമ്പിളാണ്. ഓക്കെ, നമുക്കടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ബാലൻസ് ദി ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ ബൈ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് ഓർ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഒരു റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യാൻ 2 മെത്തേഡാണുള്ളത്. ആ പേരും കൂടെ പഠിച്ചു വെക്കാൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സഹായിച്ചു. ഒന്ന് അയോൺ ഇലക്ട്രോൺ മെത്തേഡ്, അതിന് വേറെ പേരാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. വേറൊരു മെത്തേഡാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഓക്കെ. അപ്പോൾ ഈ 2 മെത്തേഡിലെ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കൊണ്ടും നമുക്ക് ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ചില ക്വസ്റ്റ്യനിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാമെന്ന് പ്രത്യേകം പറയാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല, 2ൽ ഏതെങ്കിലും ഒന്ന് മതി എന്നാണ്. അപ്പോൾ ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട്. P4 ഫോസ്ഫറസ് ആണത്, പ്ലസ് OH - gives Pb3 plus HPO2 minus.
ആവട്ടെ. അയോൺ ഇലക്ട്രോൺ മെത്തേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്നറിയാം നിങ്ങൾക്ക്, ആ റിയാക്ഷനെ 2 ഹാഫാക്കി മാറ്റും. അതായത് എന്ത് ചെയ്യണം, റിഡക്ഷൻ നടക്കുന്നത് ആർക്കാണ്, ഓക്സിഡേഷൻ നടക്കുന്നത് ആർക്കാണ് എന്ന് കണ്ടതിന് ശേഷം അതിനെങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഇപ്പോൾ P4 എന്നുള്ളതിൽ പിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണല്ലോ. pH3 എന്നുള്ളതിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫോസ്ഫറസിൻ്റെത് -3യുമാണ്. വിശദീകരണമൊന്നും ആവശ്യമില്ല എന്ന് കരുതാണ്. ഹൈഡ്രജന് +1 ആയതുകൊണ്ട് 3 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ +3, അപ്പോൾ ഫോസ്ഫറസിന് -3. അപ്പോൾ 0യിൽ നിന്ന് -3യിലേക്ക് പോകുന്നു ഫോസ്ഫറസ്. അത് ഓക്സിഡേഷനാണോ റിഡക്ഷനാണോ? റിഡക്ഷനാണ്. അപ്പോൾ നമുക്ക് അവിടെ എഴുതിയത് റിഡക്ഷൻ ഹാഫ് എന്ന് എഴുതിയിട്ട് അവിടെ എഴുതിയുണ്ടോ, P4 gives pH3 എന്ന് എഴുതി. ഇനി ഫോസ്ഫറസ് HPO2- എന്ന് പറഞ്ഞ സ്പീഷീസിലേക്ക് പോകുമ്പോൾ ഫോസ്ഫറസിന് +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ 0യിൽ നിന്ന് +2യിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടൊക്കെയാണ്, 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ഓക്സിഡേഷനാണ്. അതുകൊണ്ട് ഓക്സിഡേഷൻ ഹാഫിന് ഇക്വേഷൻ എഴുതാം, P4 gives HPO2- എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയാം നിങ്ങൾക്ക്, ആ 2 ഹാഫിനെയും ബാലൻസ് ചെയ്തു, സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം 2 ഇക്വേഷനും കൂടെ കൂട്ടി. ഇതാണ് അവിടെ നടത്തിയത്. ഇതിൻ്റെ വിശദീകരണം ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം കുറേ സമയം അതിനെടുക്കും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. സെക്കൻഡ് ഇയർ കെമിസ്ട്രിയുടെ റിഡോക്സ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കാവുന്നതാണ് ആവശ്യമാണെങ്കിൽ. അതല്ല, ഈ 3 മാർക്കിൻ്റെ ഈ ക്വസ്റ്റ്യന് 2 മാർക്ക് കിട്ടാൻ നിങ്ങളിതിലെ 2 സ്റ്റെപ്പ് ചെയ്താൽ മതി. ഏതാണ്? ആദ്യത്തെ സ്റ്റെപ്പ് കണ്ടോ, ആ ഇക്വേഷൻ എഴുതി വെച്ചു, എന്നിട്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഐമിൽ എഴുതി വെച്ചു. എന്നിട്ട് ഓക്സിഡേഷൻ ഹാഫ് ഏതാണ്, റിഡക്ഷൻ ഹാഫ് ഏതാണ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് ഉറപ്പാണ്. ഓക്കെ, ശരി, നമുക്കടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പോൾ ഇതേ ഇക്വേഷൻ തന്നെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മെത്തേഡാണല്ലോ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തൊരു സ്റ്റെപ്പ് അവിടെ കാണാവുന്നതാണ്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇക്വേഷൻ എഴുതി, എന്നിട്ട് ഓക്സിഡേഷൻ നമ്പർ ഐമിൽ കാണിച്ചു. കണ്ടോ, നിങ്ങൾ ഈ ഓക്സിഡേഷൻ നമ്പർ കാണിച്ചാൽ തന്നെ 3 മാർക്കിൻ്റെ ഈ ക്വസ്റ്റ്യനിൽ 1 മാർക്ക് ഉറപ്പായി. പിന്നെ നിങ്ങൾ ചെയ്യണം എന്താണെന്നറിയാം, നിങ്ങൾക്ക് അവിടെ ആരോ മാർക്ക് ഇട്ട് കണ്ടോ, നിങ്ങൾ ഫോസ്ഫറസിൽ നിന്ന് +2യിലേക്ക് പോകുന്ന ആരോ മാർക്ക് അതേതാണ്, ഓക്സിഡേഷനാണ്. പിന്നെ ഫോസ്ഫറസിൽ നിന്ന് -3യിലേക്ക് പോകുന്ന ആരോ മാർക്ക് അത് റിഡക്ഷനാണ്. അത് രണ്ടും നിങ്ങൾ കാണിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം 3ൽ 2 മാർക്ക് ഏതായാലും കിട്ടും. ബാക്കി സ്റ്റെപ്പുകൾ എന്താണെന്ന് അത് വായിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ തന്നെ ഫസ്റ്റ് ഇയറിൽ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ഏതായാലും അതും വിശദീകരിച്ച് സമയം കളയുന്നില്ല. ആവശ്യമാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓഗസ്റ്റ് മാസം 2018 അതായത് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് ചോദിച്ചൊരു ചോദ്യമാണ്. റിഡോക്സ് റിയാക്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 ടൈപ്സ്. ഡിസ്ക്രൈബ് എനി 3 ഓഫ് ദം വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഒന്ന് കോമ്പിനേഷൻ റിയാക്ഷനാണ്. പേര് പറയുന്നത് പോലെ തന്നെ റിഡോക്സ് റിയാക്ഷൻ്റെ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 മൂലകങ്ങൾ കൂടിച്ചേർന്നൊരു സംയുക്തമുണ്ടാകുന്ന റിയാക്ഷനാണ്. എക്സാമ്പിൾ കണ്ടോ നിങ്ങൾ, കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് കോമ്പിനേഷൻ റിയാക്ഷനാണ്. 2 മൂലകങ്ങൾ കൂടിച്ചേർന്ന് സംയുക്തമുണ്ടാകുന്ന റിയാക്ഷൻ കോമ്പിനേഷൻ റിയാക്ഷന് എക്സാമ്പിളാണ്. രണ്ടാമത്തെ റിഡോക്സ് റിയാക്ഷനാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അതായത് സംയുക്തങ്ങൾ ഡീകമ്പോസ് ചെയ്ത് മുറിഞ്ഞിട്ട് മൂലകങ്ങളായി മാറുന്ന റിയാക്ഷൻ. കണ്ടോ എക്സാമ്പിൾ അവിടെ, അമോണിയ എന്ന് പറയുന്ന സംയുക്തം ഡീകമ്പോസ് ചെയ്ത് നൈട്രജനും ഹൈഡ്രജനുമായി മാറുന്നു. ഓക്കെ, അടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? ഡിസ്പ്ലേസ് ചെയ്യുക, ആളെ മാറ്റുക, ഒരാളെ മാറ്റി വേറൊരാളെ വെക്കുക. അവിടെ ഇക്വേഷൻ കണ്ടാൽ മനസ്സിലാവും. Zn + CuSO4 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ Cuവിൻ്റെ സ്ഥാനത്തേക്ക് Zn കയറി നിന്നു, Zn നിന്നിരുന്ന സ്ഥലത്തേക്ക് കോപ്പർ കയറി നിന്നു. ഇതാണ് ഡിസ്പ്ലേസ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നതിനെ. ആയിക്കോട്ടെ, ZnSO4 + Cu മനസ്സിലാക്കി വെക്കാൻ എളുപ്പമല്ലേ. ഇനി നാലാമത്തെ ഒരു റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്, അതും കൂടെ പറയാം. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഒരു സ്പീഷീസിന് തന്നെ റിഡക്ഷനും ഓക്സിഡേഷനും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എത്ര ടൈപ്പായി? 4 ടൈപ്പായി. ഒന്ന് കോമ്പിനേഷൻ റിയാക്ഷൻ, മൂലകങ്ങൾ കൂടി ചേർന്ന് സംയുക്തമാകുന്ന റിയാക്ഷൻ. മറ്റൊന്ന് ഡീകമ്പോസിഷൻ റിയാക്ഷൻ, സംയുക്തം ഡീകമ്പോസ് ചെയ്ത് മൂലകമാകുന്ന റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, അതായത് ഒരു പദാർത്ഥം ഒരു മെറ്റൽ നിൽക്കുന്നിടത്തേക്ക് മറ്റൊരു മെറ്റൽ കയറി നിന്ന് റിയാക്ഷൻ നടക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. നാലാമത്തത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ, ഒരേ സബ്സ്റ്റൻസിന് തന്നെ റിഡക്ഷനും ഓക്സിഡേഷനും നടക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയുക. അതിന് എക്സാമ്പിൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ. ഓക്കെ. ഫോർത്ത് വൺ, ബാലൻസ് ദി ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ ബൈ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് ഓർ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. കണ്ടോ നിങ്ങൾ? ഞാൻ വിശദീകരിക്കണില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണത്? ആ ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ അയോൺ ഇലക്ട്രോൺ മെത്തേഡാണെങ്കിൽ 2 ഹാഫാക്കി തിരിക്കണം. ഓക്സിഡേഷൻ ഏതാണെന്ന് കണ്ടെത്തി ഓക്സിഡേഷൻ ഹാഫും, റിഡക്ഷൻ ഏതാണെന്ന് കണ്ടെത്തി റിഡക്ഷൻ ഹാഫും ആക്കി തിരിച്ചതിന് ശേഷം ബാലൻസ് ചെയ്യുക. റിഡക്ഷൻ ഹാഫും ഓക്സിഡേഷൻ ഹാഫും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ 3 മാർക്കിൽ 2 മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തതിലേക്ക് പോയാലോ. ഫിഫ്ത്ത് വൺ, ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ SO4 ഈസ്. ചെയ്യാനറിയില്ലേ? SO4 സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ എന്താ ചെയ്യുക? കാണേണ്ട ആളെ എക്സ് എന്ന് കൊടുക്കും. നോട്ട്ബുക്കിൽ എഴുതിക്കോ, എക്സ് പ്ലസ് 4 ഇൻറ്റു ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഈക്വൽ ടു -2 എന്നാവും. എന്താ ഈക്വൽ ടു -2 എന്നാവും? കാരണം മൊത്തം അതിൻ്റെ ചാർജ് -2 ആണ്. റെഡി? അപ്പോൾ എക്സ് പ്ലസ് 4 ഇൻറ്റു -2 ഈക്വൽ ടു -2. ഓക്സിജൻ്റെ -2 അല്ലേ? അപ്പോൾ എത്രയായി? എക്സ് -8 ഈക്വൽ ടു -2. എക്സ് ഈക്വൽ ടു -2 പ്ലസ് 8, ദാറ്റ് ഈസ് ഈക്വൽ ടു +6. ദെയർഫോർ ആൻസർ ഈസ് ഡി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ബാലൻസ് ദി ഫോളോയിങ് ഇക്വേഷൻ യൂസിങ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. കണ്ടോ? അസിഡിക് മീഡിയത്തിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻ ബാലൻസ് ചെയ്യുക. സ്റ്റെപ്പൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. ആദ്യം ഇക്വേഷൻ എഴുതും, ഇക്വേഷൻ എഴുതിയിട്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഓരോ ആളതും കണ്ടിട്ട് അതിൻ്റെ മോൾ എഴുതിയത് കണ്ടോ സ്റ്റെപ്പ് 2-ൽ. അതിനുശേഷം ഓക്സിഡേഷൻ ആർക്കാണ് സംഭവിച്ചത്, റിഡക്ഷൻ ആർക്കാണ് സംഭവിച്ചത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടെന്ന് പറഞ്ഞേ, ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്? +6 നിന്ന് +3 പോയ ക്രോമിയത്തിന് റിഡക്ഷനാണ് സംഭവിച്ചത്. അതായത് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു, അത് റിഡക്ഷനാണ്. പിന്നെയോ സൾഫർ +4 നിന്ന് സൾഫർ പോയിരിക്കുന്നത് +6 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടൊക്കെയാണ് സൾഫറിന് അവിടെ, അത് ഓക്സിഡേഷനുമാണ്. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും കണ്ടെത്തി. മാർക്ക് 3-ൽ 2 മാർക്ക് ഏതായാലും ഉറപ്പായി. ക്ലിയർ അല്ലേ? യെസ്. ബാക്കി കാര്യങ്ങൾ അവിടെ സ്റ്റെപ്പുണ്ട്, വായിച്ച് നോക്കുക. സംശയം എന്തെങ്കിലും വാട്സപ്പിൽ ചോദിക്കാം. നെക്സ്റ്റ്, മാർച്ച് മാസം 2017 ചോദിച്ച ക്വസ്റ്റ്യനാണ്. പെർമാംഗനേറ്റ് അയോൺ റിയാക്ട് വിത്ത് ബ്രോമിൻ ഇൻ ബേസിക് മീഡിയം ടു ഗിവ് ബ്രോമിൻ അല്ല ബ്രോമൈഡ് അയോൺ ഇൻ ബേസിക് മീഡിയം ടു ഗിവ് മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് ബ്രോമേറ്റഡ് അയോൺ. റൈറ്റ് ദി ബാലൻസ്ഡ് ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ യൂസിങ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ബാലൻസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നിടവിട്ട വർഷങ്ങളെങ്കിലും വരാറുണ്ട് എന്നുറപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ആ ഇക്വേഷൻ എഴുതുക, അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതി വെക്കുക, എന്നിട്ട് റിഡക്ഷനും ഓക്സിഡേഷനും ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ചെയ്താൽ തന്നെ ഒരു 75% മാർക്ക് കിട്ടും. അപ്പോൾ ആ ഇക്വേഷൻ്റെ ഇവിടെ ഈ ഇക്വേഷൻ തന്നിട്ടില്ല, ശരിക്ക് തന്നിട്ടുണ്ടോ? ചോദ്യത്തിൽ ഉണ്ട്, തന്നിട്ടുണ്ട് അല്ലേ? MnO4 - Br - gives MnO2 + BrO3. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡാണ്. MnO4 - മാംഗനീസിന് +7 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, Brൽ -1 തന്നെയാണ്. MnO2 മാംഗനീസിന് +4 ആണ്, BrO3 -ൽ +5 ആണ്. ഓക്കെ, ഹിയർ ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ആൻഡ് ബ്രോമിൻ ആർ ചേഞ്ച്ഡ്. ബ്രോമിനും മാംഗനീസിനും ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉണ്ട്. റെഡി? അത് വെച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വായിച്ചു നോക്കുക, ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ.
അടുത്ത 7th ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ റിഡോക്സ് റിയാക്ഷൻ റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. ഓക്കെ, റിഡോക്സ് റിയാക്ഷനിൽ റിഡക്ഷനും ഓക്സിഡേഷനും നടക്കുന്നുണ്ടല്ലോ. റൈറ്റ് ദി റിഡോക്സ് റിയാക്ഷൻ ഇൻ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിലെ റിഡോക്സ് റിയാക്ഷൻ എന്താണ്? സിങ്കിന് Zn2+ ആയി മാറുകയും കോപ്പർ 2+ അയോൺ കോപ്പറായി മാറുകയും ചെയ്യുന്ന റിയാക്ഷനാണ്. അതിൻ്റെ റിയാക്ഷനാണ് അവിടെ കൊടുത്തത്. Zn + Cu2+ ഗീവ്സ് Zn2+ Cu. പഠിച്ചു വെക്കുക, സിമ്പിളാണ്. അടുത്തതിൽ ബി ക്വസ്റ്റ്യൻ. വെൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സ്റ്റോർ ഇൻ അയൺ വെസൽ. ഇരുമ്പിൻ്റെ പാത്രത്തിൽ കോപ്പർ സൾഫേറ്റ് സൂക്ഷിച്ചപ്പോൾ ദി ബ്ലൂ കളർ ചേഞ്ചസ് ടു പെയിൽ ഗ്രീൻ. ബ്ലൂ കളർ ഉണ്ടായിരുന്ന കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ ഗ്രീനായിട്ട് മാറി. ഡു യു എഗ്രി വിത്ത് ദിസ്? ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാരണമെന്ത്? എന്താണ് ഇതിനോട് യോജിക്കുന്നുണ്ട്? കാരണം എന്താണ്? അയേൺ ഡിസ്പ്ലേസസ് കോപ്പർ. കോപ്പർ സൾഫേറ്റിലെ കോപ്പറിൻ്റെ സ്ഥാനത്തേക്ക് അയേൺ കയറി നിൽക്കുമ്പോൾ കോപ്പർ സൾഫേറ്റിൻ്റെ കളർ ബ്ലൂ ആണ്. കോപ്പർ സൾഫേറ്റിലെ കോപ്പറിൻ്റെ സ്ഥാനത്തേക്ക് അയൺ കയറി നിൽക്കുമ്പോൾ അയൺ സൾഫേറ്റായി. അയൺ സൾഫേറ്റിൻ്റെ കളർ ഗ്രീനുമാണ്. അപ്പോൾ എന്താ ഗ്രീൻ കിട്ടാൻ കാരണം? അതാ അവിടെ കാണിച്ച ഇക്വേഷൻ കണ്ടോ? ആ ഇക്വേഷൻ ഏത് റിഡോക്സ് റിയാക്ഷൻ എക്സാമ്പിളാണെന്നറിയോ? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷന് എക്സാമ്പിളാണ്. കോപ്പർ നിൽക്കുന്ന സ്ഥാനത്തേക്ക് അയൺ Fe എന്ന് പറഞ്ഞ അയൺ കയറി നിന്നു. ക്ലിയർ? 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിഡോക്സ് റിയാക്ഷൻ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ. ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ റിയാക്ഷനാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാറുണ്ട്. ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് എ കോപ്പർ റോഡ് ഈസ് ഡിപ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. കോപ്പർ റോഡ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഹാപ്പൻ ടു ദി കളർ ഓഫ് സൊല്യൂഷൻ ആൻഡ് വൈ? ദിസ് സൊല്യൂഷൻ ബിക്കം പെയിൽ ബ്ലൂ ഇൻ കളർ. സൊല്യൂഷൻ്റെ കളറ് ബ്ലൂ കളറായിട്ട് മാറും. കാരണം കോപ്പർ ഡിസ്പ്ലേസസ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റിൽ നിന്ന് സിൽവറിനെ മാറ്റി അവിടെ ആര് കയറി വരും? കോപ്പർ കയറി വരും. കോപ്പർ നൈട്രേറ്റായി മാറുമ്പോൾ പെയിൽ ബ്ലൂ കളറായിട്ട് മാറും. സിൽവർ നൈട്രേറ്റിന് കളറില്ല, നല്ല പച്ചവെള്ളം പോലെയാണ് കണ്ടാൽ. പക്ഷേ അതിലേക്ക് കോപ്പർ കയറി വന്നാൽ കോപ്പർ നൈട്രേറ്റിന് പെയിൽ ബ്ലൂ കളറാണ്. റെഡി? ബി. ഐഡൻറ്റിഫൈ ദി ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ ദിസ് റിയാക്ഷൻ. അപ്പോൾ റിയാക്ഷൻ അവിടെ കിട്ടിയല്ലോ. ആ റിയാക്ഷനിൽ ആരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്? ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണ്? റിഡക്ഷൻ ആർക്കാണോ നടക്കുന്നത് അയാളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇവിടെ റിഡക്ഷൻ നടക്കുന്നത് സിൽവർ നൈട്രേറ്റിനാണ്. എന്നിട്ട് അത് സിൽവറായി മാറുകയാണ്, Ag ആയി മാറുകയാണ്. അതുകൊണ്ട് സിൽവർ നൈട്രേറ്റ് ഈസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ്? റിഡക്ഷൻ ആർക്കാണോ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ആർക്കാണോ സംഭവിക്കുന്നത് അയാളാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇവിടെ കോപ്പറിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. Cu എന്ന് പറഞ്ഞ ആൾ 0 സ്റ്റേറ്റിലാണ്. അത് CuNO3 ആയി മാറിയപ്പോൾ Cu2+ ആയി മാറി. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ നടന്നു. അതുകൊണ്ട് കോപ്പർ റെഡ്യൂസിങ് ഏജൻറ്റാണ്. അതിൽ സി. കാൽക്കുലേറ്റ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഇൻ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആൻഡ് ഫോസ്ഫറസ് ഇൻ H2P2O5. കാണാറില്ലേ? അതവിടെ കണ്ടിട്ടുണ്ട്. തൽക്കാലം അവിടെ എഴുതിയിട്ടുള്ളൂ. +6 ആണ് ക്രോമിയത്തിന് ആ K2Cr2O7ൽ. H2P2O5ൽ +4 ആണ്. ചെയ്യേണ്ട ഒരു മെത്തേഡ് വേണമെങ്കിൽ പറഞ്ഞുതരാം. ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ വേണ്ടി പൊട്ടാസ്യത്തിൻ്റെ എത്ര? +1 ആണ്. അപ്പോൾ 2 × +1 ക്രോമിയത്തിന് X എന്ന് കൊടുക്കുക. അത് 2 ക്രോമിയം ഉണ്ട്. അപ്പോൾ 2X + 7 × -2 = 0. എഴുതിയോ? ഒന്നുകൂടെ പറയാം. 2+, കാരണം പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് 2, 2 ആളുണ്ട്. അപ്പോൾ 2+ ക്രോമിയത്തിൻ്റെ അറിയില്ല. അപ്പോൾ 2X + 7 × ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 = 0. ഒന്നുകൂടെ 2 + 2X + 2 × അതായത് 7 × -2 = 0. അതിൽ നിന്ന് X കാണുക. X കാണുമ്പോൾ +6 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക. അടുത്തതിൽ ഹൈഡ്രജന് +1. അപ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ട്. +2. അപ്പോൾ 2 + 2P, അതായത് Pൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് അറിയില്ല. അപ്പോൾ H2ന് 2, ഫോസ്ഫറസിന് 2X, ഓക്സിജന് -2, 5 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 5 × -2. ഒന്നുകൂടെ പറയാം.
ഹൈഡ്രജൻ്റെ പാർട്ടിൽ 2 + 2x + 5 × -2 = 0. 2 + 2x + 2 × അതായത് 5 × -2 = 0. Therefore x = +4. ചെയ്തു നോക്കുക, ശരിയാണെന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. ഐഡൻറ്റിഫൈ ദി ഓക്സിഡൻറ്റ് ആൻഡ് റിഡക്റ്റൻറ്റ് ഇൻ ദി ഫോളോയിങ് അയണിക് ഇക്വേഷൻ. ഓക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജൻറ്റ്, റിഡക്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജൻറ്റ് കണ്ടുപിടിക്കണം. മാത്രമല്ല ആ ഇക്വേഷനെ ബാലൻസ് ചെയ്യും വേണം. ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ എടുത്തിട്ട് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ സ്കെൽറ്റൻ ഇക്വേഷൻ അതേപോലെ ആ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് ആ സ്പീഷീസിലെ എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ എഴുതുക. സ്റ്റെപ്പ് 2 ഉണ്ടില്ലേ. എന്നിട്ട് റിഡക്ഷൻ ആർക്കാണ് സംഭവിച്ചത്, ഓക്സിഡേഷൻ ആർക്കാണ് സംഭവിച്ചതെന്നെങ്കിലും മനസ്സിലാക്കി വെക്കുക. MnO4- മാംഗനീസിന് +7 ആണ്. Mn 2+ ആയി, ആരോ മാർക്കിൻ്റെ അപ്പുറത്തേക്ക് മാറി, അത് റിഡക്ഷനാണ്. +7 നിന്ന് +2 പോയത് റിഡക്ഷനാണ്. അപ്പോൾ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് റിഡക്ഷൻ എഴുതി വെക്കുക. Br 0 പോയി, അതെന്താണ്, ഓക്സിഡേഷനാണ്. അപ്പോൾ അവിടെ ഒരു ആരോ Br- അവിടെ നിന്ന് ഇങ്ങനെ ഒരു ആരോ ഇട്ടിട്ട് Br2 അടുത്തേക്ക് ഇങ്ങനെ ആരോ മാർക്ക് ഇടുക. അതെന്ത് ചെയ്തുക, ഓക്സിഡേഷൻ എന്ന് എഴുതുക. മാർക്ക് 3 2 ഉറപ്പായി. ഇനി ഇതിൽ റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ്, അതായത് റിഡക്ഷൻ നടന്നത് മാംഗനീസിനായതുകൊണ്ട് മാംഗനീസ് ഇൻ MnO4 ഈസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. റിഡക്ഷൻ നടന്നത് ഓക്സിഡേഷൻ നടന്നത് Br- Br- ഈസ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ അതും പഠിച്ചു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇന്നിപ്പോൾ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഓർത്തിരിക്കുക. ബാലൻസ് ചെയ്യാനുള്ള 2 മെത്തേഡ്, ഒന്ന് അയോൺ ഇലക്ട്രോൺ മെത്തേഡ് എന്നറിയപ്പെടുന്ന ഹാഫ് റിയാക്ഷൻ മെത്തേഡ്, വേറൊരു മെത്തേഡ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. രണ്ടും ചെയ്യുന്നതിൻ്റെ മൊത്തം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും അതിലെ 2 സ്റ്റെപ്പെങ്കിലും പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കുക. തീർച്ചയായും അതിലെ 75% മാർക്കും നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്, വേറൊന്ന് നമ്മൾ പഠിച്ചത് റിഡോക്സ് റിയാക്ഷനെ 4 ടൈപ്പാക്കി തിരിക്കാം. അതിലെ 4 ടൈപ്പിനും എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ ഡാനിയൽ സെല്ലിലെ റിയാക്ഷൻ പറഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതൊന്ന് പഠിക്കുക. അപ്പോഴേക്ക് നമുക്ക് നാളെ 2ാമത്തെ പാർട്ടുമായി, റിഡോക്സ് റിയാക്ഷൻ്റെ 2ാമത്തെ പാർട്ടുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.